സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേക ഒരു രീതിയാണ്, ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തൻ്റെ ഹൃദയം തിരിച്ചാൽ ആ വ്യക്തിയെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നയിക്കുക എന്നുള്ളത്, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നയിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. കൃപയിൽ നിന്ന് കൃപയിലേക്ക് നയിക്കുന്ന കർത്താവ്. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് കൃപയ്ക്ക് മേൽ കൃപ തന്ന് നമ്മളെ സ്വർഗത്തോളം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് വിശുദ്ധ ലിഖിതങ്ങളിൽ അനേകരെ എങ്ങനെയാണ് കർത്താവ് ഉയർത്തിയത് എന്ന് നാം തിരിച്ചറിയണം. ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം ശരിക്കും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് സത്യത്തിൽ ദൈവത്തോടൊരു പരിഭവമാണ്, ദൈവത്തോടൊരു പിറുവിറുപ്പാണ്, ദൈവത്തോട് എന്തോ ഒരു വിഷമം. ആ വിഷമം അവരുടെ നാടൻ വാക്കുകളിൽ പറഞ്ഞെങ്ങനെയാണ്, കർത്താവിനോട് അടുത്തതുകൊണ്ട് കാര്യമില്ല, കർത്താവിനോട് അടുക്കുന്നവർക്ക് എന്നും വേദനയും വിഷമമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഒരു മർമ്മം ഇന്ന് ഞാൻ നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ അവർ നന്നായി പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ പാപം പണ്ടത്തതിനേക്കാൾ കൂടി വരിക. ഒരുവിധം കള്ളു കുടിച്ച് തോന്നിയാൽ നടന്ന സമയത്ത് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കള്ളുകൂടി നിർത്തി, തോന്നിയാസം നിർത്തി, പ്രാർത്ഥനയിലേക്ക് വന്നു, ദൈവകൃപയിലേക്ക് വന്നു, ദേവാലയത്തിൽ പോകാൻ തുടങ്ങി, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകാൻ തുടങ്ങി. ഇപ്പോൾ സ്വഭാവം ആകെ മാറിപ്പോയി. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഭയങ്കര ദേഷ്യം. ഇപ്പോൾ ലൈംഗിക മേഖലകളിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ആസക്തി. പണ്ട് തോന്നിയാസി നടന്ന സമയത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ വീട്ടിൽ ചെന്നാൽ കുടുംബാംഗങ്ങളോട് ഭയങ്കരമായി ഷൗട്ട് ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ ചേട്ടത്തിമാർ പറയും, ഇയാൾ പണ്ട് കള്ളു പിടിച്ച് നടന്ന കുറച്ചൊക്കെ സമാധാനം ഉണ്ടായിരുന്നു, ഇപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയിട്ട് ഇപ്പം എന്തായി, ഇപ്പം ഭയങ്കര അരിശക്കാരനായി മാറിയിരിക്കുകയാണല്ലോ എന്നൊരു പ്രശ്നം പല കുടുംബങ്ങളിലും ഉണ്ട്, പല വ്യക്തികളുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അവരുടെ മർമ്മം അവർ പറഞ്ഞെങ്ങനെയാണ്, പണ്ട് അത്ര വലിയ പ്രാർത്ഥനക്കാരനാകുന്ന സമയത്ത് ഉള്ളതിനേക്കാൾ കഠിനമായ ചില സ്വഭാവ വ്യത്യാസം, ചില കഠിനമായ കോപപ്രകൃതി ഇപ്പോൾ അലട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഒരു വ്യക്തി ധ്യാനം കൂടി യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് പിന്നെ ഒരു പ്രലോഭനവും ഇല്ലാത്ത ജീവിതമാണോ, അതോ പണ്ടുണ്ടാതിനേക്കാൾ 1000 ഇരട്ടി ശക്തിയുള്ള പ്രലോഭനങ്ങളുടെ ജീവിതമാണോ എന്നുള്ളത് ദൈവവചനപ്രകാരം ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അങ്ങനെ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അങ്ങനെ കഠിനമായ അന്ധകാരപീഠകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് ദൈവം അങ്ങനെയുള്ള അന്ധകാരപീഠകൾ അനുവദിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്തായാലും ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം ഒരു ആത്മീയ കൃപ ലോകത്തിലേക്ക് ഇറക്കിയാൽ, ദൈവം ഒരു ആത്മീയ അഭിഷേകം ഒരു വ്യക്തിയിലേക്ക് നൽകിയാൽ, അപ്പോൾ തന്നെ അതിനെ വിഴുങ്ങാൻ പറ്റിയ തരത്തിലുള്ള ഒരു അന്ധകാരവും ലോകത്തിൽ ഉയരും. ഇപ്പം നിങ്ങളിൽ ഒരാൾ ധ്യാനം കൂടി ഒരു കൃപ പ്രാപിച്ചാൽ, നിങ്ങളിലുള്ള കൃപ ഈ ലോകത്തിൽ സ്ഥാപിക്കപ്പെട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞുവെന്ന് സാത്താൻ അറിയാം. അപ്പോൾ ഈ കൃപയെ നശിപ്പിക്കാൻ പറ്റിയ ഒരു മറുശക്തി അപ്പുറത്ത് സാത്താനും ഉയർത്തും. ദൈവം സാധാരണ തടയാറില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുവദിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള മറുശക്തിയെ ദൈവം അനുവദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്യം പറഞ്ഞാൽ, ഏതൊരു ആത്മീയ അഭിഷേകം ഒരു വ്യക്തി സ്വീകരിക്കുന്നുവോ
ആ ആത്മീയ അഭിഷേകത്തിൻ്റെ അതേപോലെ തന്നെ ഒരു അന്ധകാരത്തിൻ്റെ ശക്തിയും അപ്പോൾ തന്നെ ലോകത്തിൽ പ്രവർത്തന നിരതമാകാൻ ദൈവം അനുവദിക്കും. എന്തിനു വേണ്ടിയിട്ടാണത്? ഈ ദൈവം തിരഞ്ഞെടുത്ത ഈ വ്യക്തിയെ കൃപയിൽ നിന്ന് കൃപയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതുപോലുള്ള ഒരു മറുശക്തി ഉണ്ടെങ്കിലേ അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലിൻ്റെ പൗരുഷം തെളിയിക്കാൻ ദൈവം പ്രതികൂലങ്ങളെ, മറുശക്തിയെ, എതിർ ശക്തിയെ അനുവദിക്കും. ഹല്ലേലൂയ. ഏതൊരു ദൈവദാസന് അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടോ അപ്പോൾ തന്നെ ആ ദൈവദാസന് ഇടം വല സ്വൈര്യം കൊടുക്കാത്ത ഒരു അരൂപി പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഈ ലോകത്തിൽ ഏതൊരു ദൈവദാസനാണ് കർത്താവിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഒരു പ്രശ്നമില്ലാതെ ജീവിതത്തിന് അന്ത്യം വരെ പോയിട്ടുള്ളത്? ചിന്തിച്ച് നോക്കിയേ. ആരെല്ലാം സുവിശേഷത്തിലേക്ക് വന്നോ, ദൈവത്തിലേക്ക് വന്നോ, ആത്മാഭിഷേകത്തിലേക്ക് വന്നോ, അവരെ ഒരു സ്വൈര്യവും കൊടുക്കാതെ ഇടം വലം തിരിയുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന അരൂപികൾ അവർക്ക് ചുറ്റിലും ഉണ്ടായിരുന്നു. ആ പൗലോസ്ലീഹാനെ കുറിച്ച് ചിന്തിച്ച് നോക്ക്, ആ മോശ പ്രവാചകനെ കുറിച്ച് ചിന്തിച്ച് നോക്ക്. ആർക്കാ അവർ നല്ല ഒരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റിയത്? ഇടം വലം ഇഞ്ചോടിഞ്ച് പ്രശ്നങ്ങളോട് പോരാടിയാണ് അവരെല്ലാം അവരുടെ കൃപയ്ക്ക് മേൽ കൃപയിലേക്ക് ഉയർന്നത്, അഭിഷേകത്തിന് മേൽ അഭിഷേകത്തിലേക്ക് ഉയർന്നത്. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ദൈവം അവരെ നയിച്ചപ്പോൾ അവർ പോരാടിയാണ് അവർ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയർന്നത്. ഹല്ലേലൂയ. വേറൊരു വാക്കി പറഞ്ഞാൽ ഈ പുറമ്പോക്കിൽ നിൽക്കുന്ന കപ്പളം പോലെ ആത്മീയത വളരില്ല. ദൈവം കൃപയിൽ നിന്ന് കൃപയിലേക്ക് ഒരു വ്യക്തി ഉയർത്തുമ്പം ശരിക്കും യുദ്ധം ചെയ്ത് ആ വ്യക്തി പടവെട്ടി ജയിച്ച് വേണം മുന്നോട്ട് പോകാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പടവെട്ടി യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. അല്ലെങ്കിൽ നമ്മൾ അപ്സെറ്റ് ആകും ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ. നമ്മളിനി ബൈബിളിൽ നിന്ന് ഓരോരുത്തരുടെ ജീവിതം എടുത്ത് ഒന്ന് പഠിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ പഠിച്ചാൽ മതി. നമ്മൾ എപ്പോഴൊക്കെ പ്രാർത്ഥനയിലേക്ക് വന്ന് അപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങൾ നല്ലൊരു അഭിഷേകം പ്രാപിച്ച് വീട്ടിൽ ചെന്നാൽ അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. അതിൽ ജയിക്കാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. നിങ്ങൾക്ക് പിന്നെ കൃപയില്ല. അത് ജയിച്ചാലേ നിങ്ങൾക്ക് അടുത്ത കൃപ കിട്ടുള്ളൂ. ഹല്ലേലൂയ. ഒന്നും എനിക്ക് ബസ്സിൽ വെച്ച് 2 ചവിട്ടെങ്കിലും കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. പാലക്കയം പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിച്ചു. രാത്രി 9 വരെ ആകുമ്പോൾ ധ്യാനം കഴിഞ്ഞ് 10:30 ആയപ്പോൾ ഇതാ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടൊരു വിധവ ഓടി വന്നിരിക്കുകയാണ്. ആകെ ജീവിതത്തിൽ സമ്പാദ്യം ഉണ്ടായിരുന്ന ആട്ടിൻകുട്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ഉച്ച വരെ വാചനമെല്ലാം തീറ്റി വയറ് നിറച്ച് അതിനുള്ള തീറ്റയും വെട്ടി ആട്ടിൻകൂട്ടിലിട്ട് ആടിനൊക്കെ ഭദ്രമായിട്ട് കെട്ടി ഇതെല്ലാം ക്ലിയർ ആക്കിയിട്ട് അമ്മൂമ്മ നല്ല പ്രാർത്ഥന അമ്മൂമ്മയാണ്. അങ്ങനെ പള്ളിയിൽ വെച്ച് പാലക്കയം വിളിച്ച് പ്രാർത്ഥിച്ച് കൃപയ്ക്ക് മേൽ കൃപ പ്രാപിച്ച് നല്ല വെടിപ്പായി ധ്യാനം കൂടി അമ്മൂമ്മ. ഞാനും പറഞ്ഞു, ഇത്രയും ആളുകളുണ്ടെങ്കിൽ ഒരു അമ്മൂമ്മയുടെ സ്വരം ഈ എല്ലാ ആളുകളെയും വെല്ലുന്ന സ്വരമാണെന്നൊക്കെ ഞാനത് ഒരു സഭാഷ പറഞ്ഞു വിട്ടതാണ്. ആ അമ്മൂമ്മയുടെ 10-11 കഴിയുമ്പോൾ കരഞ്ഞ് പള്ളിമുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ പറയാണ്, ആട്ടിൻകുട്ടിയെ കള്ളം കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അമ്മൂമ്മ ചെന്ന് നോക്കുമ്പം ആടുമില്ല കൂടുമില്ല എല്ലാത്തിനും അഴിച്ചുകൊണ്ട് പോയി. അമ്മൂമ്മ പറഞ്ഞു, എനിക്ക് ആകെ ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നുള്ളൂ, അതാ പെരുങ്കള്ളം കൊണ്ടുപോയി അച്ഛാന്ന് പറഞ്ഞു. കരച്ചിലോട് കരച്ച്, ബഹളത്തോട് ബഹളം. ഇത് കണ്ട് വിഹാരിച്ചൻ്റെ കയ്യിൽ നടന്ന് 500 രൂപ എടുത്ത് കൊടുത്ത് സമാധാനം, എനിക്ക് ഒരു ആട്ടിൻകുട്ടീനെ വാങ്ങിച്ചോളാൻ പറഞ്ഞു കൊടുത്ത് 500 രൂപ കൊടുത്തിട്ട് സമാധാനം. ഇതിന് ആട്ടിൻകുട്ടീനെ കിട്ടണ്ടേ? പ്രൈസ് ദി ലോർഡ്. അന്ന് ഞാൻ കർത്താവിന് എനിക്ക് വിഷമമായി. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു മനുഷ്യൻ നന്നായിട്ട് പ്രാർത്ഥനയിലേക്ക് വരാൻ തുടങ്ങിയ ദൈവം സമ്മതിക്കില്ല. പ്രൈസ്. ഞാൻ പറഞ്ഞ് മനുഷ്യന്മാരൊന്നും നന്നാകാനും അനുവദിക്കില്ല. ഈ അമ്മൂമ്മ ഇത്രയും നന്നായിട്ട് പ്രാർത്ഥിച്ച് നന്നായിട്ട് നിൽക്കുന്ന അമ്മൂമ്മയ്ക്ക് ഇങ്ങനെ വന്നാൽ ഇനി ആരെങ്കിലും പള്ളി വരുമോ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവം ഇതെനിക്ക് മനസ്സിലാകണമെന്ന് പറഞ്ഞതില്ലേ. അപ്പോഴാണ് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നത്, ആ അമ്മൂമ്മയ്ക്ക് കൊടുത്ത കൃപയിൽ നിന്ന് കൃപയിലേക്ക് ഉയരാൻ ദൈവം ഒരുക്കിയ സമയമാണത്. അത് പറഞ്ഞു കൊടുക്കേണ്ടത് ഞാനായിരുന്നു. ഞാനത് വെളിപാടില്ലാതെ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇത് ദേഷ്യം. ഞാൻ പിന്നെ പിറ്റേ ദിവസം അമ്മൂമ്മയോട് പറഞ്ഞു, അമ്മൂമ്മ ഒന്നും ഭയപ്പെട വേണ്ട, അമ്മൂമ്മയ്ക്ക് ആട്ടിൻകുട്ടീനേക്കാൾ വലിയൊരു കൃപ ദൈവം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അമ്മൂമ്മ ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞു ആടിൻ്റെ അത്രയും തൂക്കം സ്വർണ്ണമൊക്കെ കൊടുക്കാൻ കണ്ടില്ല, അതേമാതിരി ആടിൻ്റെ അത്രയും തൂക്കമുള്ളൊരു കൃപ ദൈവം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് അമ്മൂമ്മ ചെയ്യേണ്ടത്, എൻ്റെ ആട്ടിൻകുട്ടി പോയല്ലോ എന്നോർത്ത് സന്തോഷിച്ച് ദൈവത്തിന് നന്ദി പറയണം.
എനിക്ക് എൻ്റെ ആട്ടിൻകുട്ടിയേക്കാൾ വലുത് ദൈവത്തിൻ്റെ കൃപയാണ്. ആട്ടിൻകുട്ടി പോയാൽ പോട്ടെ, ഇനി തീറ്റ അന്വേഷിക്കാൻ പോകണ്ടല്ലോ, എനിക്ക് ആ സമയം കൂടെ പ്രാർത്ഥിക്കാമല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയാൻ പറഞ്ഞു. അപ്പോൾ കൃപയ്ക്ക് മേൽ കൃപ ഉയരും. എന്നിട്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ അപ്പോൾ എങ്ങനെ ജീവിക്കും എന്നാണ് അടുത്ത വിഷയം. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ജീവിക്കും. ഒന്നുകിൽ പട്ടിണി കിടക്കാനുള്ള കൃപ ദൈവം തരും, അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള വക ദൈവം തരും എന്ന് പറഞ്ഞ് ദൈവത്തിൽ ആനന്ദിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും സന്തോഷമായി. അമ്മൂമ്മ ആട്ടിൻകുട്ടിയുടെ കാര്യം മറന്ന് ഇനി അതെന്തെങ്കിലും ആകട്ടെ, എങ്ങനെയെങ്കിലും ജീവിക്കാം, എനിക്ക് എൻ്റെ കൃപ മതി, എൻ്റെ ദൈവത്തിൻ്റെ കൃപ മതി എന്നുള്ള ഒരു മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ കള്ളന് മാനസാന്തരം ഉണ്ടായി. ആ കള്ളൻ ആട്ടിൻകുട്ടീനെ അതേമാതിരി തീറ്റയൊക്കെ കൊണ്ടിട്ട് അവിടെ കൊണ്ട് കെട്ടിയിട്ട് പോയി. 3-ാം ദിവസം ധ്യാനം കഴിഞ്ഞ് നോക്കുമ്പോൾ ആട്ടിൻകുട്ടി കൂട്ടി നിൽക്കണം. എനിക്ക് വന്ന സന്തോഷത്തിന് കണക്കില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മൂമ്മയ്ക്കുണ്ടായ സന്തോഷത്തേക്കാൾ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി. അമ്മൂമ്മയ്ക്ക് പിന്നെ ആട്ടിൻകുട്ടി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത സ്ഥിതിയിലേക്ക് അമ്മൂമ്മ ആയിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അന്ന് കർത്താവ് പറഞ്ഞിങ്ങനെയാണ്, ആട്ടിൻകുട്ടിയാണ് ലോകത്തുള്ള കാര്യങ്ങളല്ല, ഒരു കൃപ ദൈവം അങ്ങോട്ട് തരുമ്പം ആ കൃപയെ നശിപ്പിക്കാനുള്ള ഒരു തിന്മ ലോകത്തിൽ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഇപ്പം അമ്മൂമ്മ കൃപ പ്രാപിച്ചപ്പോൾ ഒരാൾക്ക് മോഷണം എന്ന ഒരു തിന്മയുടെ അരൂപി അയാളിലൂടെ ഈ കുടുംബത്തിൻ്റെ കൃപ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും കൃപ പ്രാപിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും വിഷയം, ഒന്നുകിൽ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ അതും അല്ലെങ്കിൽ അയൽക്കാരോ ആ അതിർത്തിക്കലിന് അവിടെ കിടന്ന് 4 തെറി, ഒന്നൊരിക്കൽ 4 തെറിയെങ്കിലും കേൾക്കേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് നിങ്ങൾ ആത്മീയമായി പോരാടണം. ഇത് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. 1 മക്കബായർ 2-ാമത്തെ അധ്യായം. മത്താത്തിയാസും പുത്രന്മാരും, അവരുടെ പ്രത്യേകത, അവർക്ക് നല്ല മതവിശ്വാസമുണ്ട്. അവർ നിയമങ്ങൾ അറിയുന്നവരാണ്. മറ്റ് ആളുകളെക്കാൾ ഒരു പടി കൂടി ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. നമ്മുടെ ദേശത്ത് തന്നെ കുറേ ആളുകളുണ്ട്, അവർക്ക് ദൈവവും ഇല്ല, വിശ്വാസവും ഇല്ല, മതവും ഇല്ല, പ്രാർത്ഥനയില്ല, കള്ളുകൂടിയും തോന്നിയാസായിട്ട് നടക്കുന്നവർ, അല്ലെങ്കിൽ ദൈവവും ഇല്ല വിശ്വാസവും ഇല്ലാതെ നടക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഈ മത്താത്തിയാസും പുത്രന്മാർ അങ്ങനെയല്ലായിരുന്നു. അവർക്ക് മതവിശ്വാസവും ദൈവത്തോട് സ്നേഹവും ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ തീഷ്ണതയുമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ടി ലോകത്തിൽ തിന്മയുണ്ടാകുമ്പോൾ അവരവർക്ക് എത്ര കൃപയുണ്ടോ അത്രയ്ക്ക് ഉയർന്ന തിന്മയുണ്ടാവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ ആത്മീയത കൂടുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ലോകത്തിൽ പാപവും കൂടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മത്താത്തിയാസിൻ്റെ മേൽ സാധാരണ ആളുകൾക്കുള്ളതിനേക്കാൾ കൂടുതൽ കൃപയുണ്ടായിരുന്നു. അതുകൊണ്ട് സാധാരണ ആളുകൾക്ക് നേരിടുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായൊരു തിന്മ മത്താത്തിയാസിനെ ആക്രമിക്കുകയാണ്. അതാണ് 1 മക്കബായർ 2-ാം അധ്യായം 13 മുതലുള്ള തിരുലിഖിതങ്ങൾ. ഇതാ പെട്ടെന്ന് ഒരു ചക്രവർത്തി അവിടെ ഉയർന്നു വന്നു. ആ ചക്രവർത്തി പറഞ്ഞു, എല്ലാ മനുഷ്യരെയും മതം ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുക. അങ്ങനെ ആ ചക്രവർത്തിയുടെ കിങ്കരന്മാർ ഇതാ ഈ മത്താത്തിയാസിൻ്റെ അരികിലേക്ക് എത്തി. 1 മക്കബായർ 2-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. നീ ഈ നഗരത്തിൽ ആദരിക്കപ്പെടുന്ന മഹാനായ നേതാവാണ്. പുത്രന്മാരുടെയും സഹോദരന്മാരുടെയും പിന്തുണയും നിനക്കുണ്ട്. സകല വിജാതീയരും യൂദയായിലെ ജനങ്ങളും ജെറുസലേമിൽ അവശേഷിച്ചിട്ടുള്ളവരും ചെയ്തതുപോലെ ഇപ്പോൾ രാജശാസനമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നീ ഒന്നാമനായിരിക്കണം. എങ്കിൽ നീയും പുത്രന്മാരും രാജാവിൻ്റെ സുഹൃത്തുക്കളായി പരിഗണിക്കപ്പെടും. സ്വർണം, വെള്ളി, മറ്റനവധി പാരിതോഷികങ്ങൾ നിനക്കും പുത്രന്മാർക്കും തന്ന് രാജാവ് രാജ്യത്തിൽ നിങ്ങളെ ബഹുമാനിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്ക്, വലിയ ചക്രവർത്തിയുടെ രാജസേവകന്മാർ ഈ മത്താത്തിയാസിൻ്റെ അടുത്ത് വന്നിട്ട് സ്വർണം, വെള്ളി, പിന്നെ രാജ്യത്ത് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ, വലിയ വലിയ ഉദ്യോഗങ്ങൾ ഇതെല്ലാം വാഗ്ദാനം ചെയ്തിട്ട് പറയാണ്, നീ മതം ഉപേക്ഷിക്കണം, നീ പള്ളിപ്പോക്ക് നിർത്തിയാൽ മതി, നീ സാധാരണ മനുഷ്യന്മാരെ പോലെ ജോളിയായി നടക്കുക, നീ നല്ല ഫ്രീ ആയിട്ട് നടക്കുക. എന്തിനാ ഇങ്ങനെ മതത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് നടക്കണത്? ഒരു ദൈവമുണ്ട്, അല്ലാതെ ഇന്ന മതം എന്നൊന്നും വേണ്ട. അതുകൊണ്ട് മതത്തിൻ്റെ പേര് പറഞ്ഞൊന്നും അവിടെ ഇവിടെ ഒന്നും പോകാൻ നിൽക്കണ്ട. നീ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നീ മതമല്ല ഉപേക്ഷിച്ച് മറ്റാളുകളെ പോലെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ പേരാണ് സെക്കുലറിസം. സെക്കുലറിസം എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയുടെ എല്ലാ അംശങ്ങളും എടുത്തു കളയുക. സന്ധ്യാപ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുക. പള്ളി പോകുന്നവരോട് പള്ളി പോകണ്ടെന്ന് പറയുക. കൂദാശ സ്വീകരിക്കുന്നവർ, കുമ്പസാരിക്കുന്നവർ, കുർബാന സ്വീകരിക്കുന്നവർ അവരോട് കുമ്പസാര കുർബാന ഇതൊന്നും ആവശ്യമില്ലെന്ന് പറയുക. പെരുന്നാൾക്ക് അല്ലെങ്കിൽ 25 നോമ്പ്, 50 നോമ്പ്, 15 നോമ്പ്, 7 നോമ്പ്, 3 നോമ്പ് ഇതൊക്കെ എടുക്കുന്നവരോട് അതൊന്നും എടുക്കണ്ടെന്ന് പറയുക.
വെള്ളിയാഴ്ച മാംസം വർജിക്കുന്നവർ പറയാ, ഇങ്ങനെ മാംസമൊക്കെ വർജിച്ച് ജീവിച്ചിട്ട് എന്താ കാര്യം? ഈ മാംസം വർജിക്കാതെ ഈ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ നല്ല നല്ല ആളുകൾ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? ഈ മാംസം വർജിച്ച് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥനകൾ പങ്കെടുക്കുന്ന ഇവന്മാരുടെയൊക്കെ സ്വഭാവം എന്താ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ അരൂപി നിർബന്ധിക്കുകയാണ്, നീ വെള്ളിയാഴ്ച മാംസം ഒന്നും കഴിക്കാതിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഹൃദയത്തിലാണ് ദൈവം, ഹൃദയം നന്നാക്കിയാൽ മതി എന്ന് പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ എന്ത് കാര്യത്തിലാണോ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നത് അത് ഉപേക്ഷിക്കാൻ ഈ ലോകത്തിൻ്റെ അരൂപി ഏതെങ്കിലും മാസികകളിലൂടെയോ സിനിമയിലൂടെയോ കൂട്ടുകാരിലൂടെയോ നാട്ടുകാരിലൂടെയോ വീട്ടുകാരിലൂടെയോ ഇങ്ങനെ കയറി വന്ന് അറ്റാക്ക് ചെയ്യും. പ്രൈസ്. ഒരു ആക്രമണത്തെ പ്രതീക്ഷിക്കണം. നിനക്ക് കൃപയുണ്ടോ, നിനക്ക് അഭിഷേകം കിട്ടിയിട്ടുണ്ടോ, നീ ഒരു ആക്രമണത്തെ ഉടനെ പ്രതീക്ഷിക്കണം. ഹല്ലേലൂയ. ആക്രമണത്തെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. ഹല്ലേലൂയ. ആക്രമണത്തെ നേരിടാതെ ഒരുവനും കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതുകൊണ്ട് ഈ മത്താത്യാസിൻ്റെയും പുത്രന്മാരുടെ അടുത്ത് വന്ന് രാജസേവന്മാർ പറയുക, നമുക്ക് ജോളിയായി ജീവിക്കാം, ടെൻഷൻ വേണ്ട, ടെൻഷൻ വേണ്ട, നമുക്ക് ജോളിയായി ജീവിക്കാം. അതുകൊണ്ട് നീ മതം ഉപേക്ഷിക്കുക, നീ മതം ഉപേക്ഷിക്കുക, നീ മതത്തിൻ്റെ പ്രാക്ടീസുകൾ വേണ്ടെന്ന് വെക്കുക. 19-ാമത്തെ വാക്യം, രാജാവിൻ്റെ ഭരണത്തിന് കീഴുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താങ്കളുടെ പിതാക്കന്മാരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും. നിയമവും കൽപ്പനകളും ഞങ്ങൾ ഒരു നാളും തിരസ്കരിക്കുകയില്ല. ഞങ്ങളുടെ കഴുത്ത് ഇങ്ങനെ മുറിച്ച് മാറ്റേണ്ടി വന്നാൽ പോലും നിയമവും പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ബൈബിളിനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ബൈബിൾ ഉപേക്ഷിക്കുകയില്ല, നിയമവും പ്രവാചകന്മാരെയും ഞങ്ങൾ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. ഈ രാജ്യത്തുള്ള മുഴുവൻ പ്രജകളും രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച്, ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും ദൈവവചനം ഉപേക്ഷിച്ച്, ഏകസത്യ ദൈവത്തെ ഉപേക്ഷിച്ച് രാജാവിൻ്റെ പിന്നാലെ പോയാലും ശരി, ഞാനും എൻ്റെ പുത്രന്മാരും ഒരു നാളും ദൈവത്തെ ഉപേക്ഷിക്കില്ല, ഏകസത്യ ദൈവത്തെ ഉപേക്ഷിക്കില്ല, ഏകസത്യ ദൈവത്തിൻ്റെ നിയമങ്ങൾ ഉപേക്ഷിക്കുകയില്ല എന്ന് ദൃഢമായ സ്വരത്തിൽ മറുപടി പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടിലൊന്ന് വേർതിരിയുന്ന സമയം വരും. ലോകത്തിൻ്റെ ആളുകളും ദൈവത്തിൻ്റെ ആളുകളും തമ്മിൽ വേർതിരിയുന്ന സമയം വരും. ഞാനും നിങ്ങളും ഈ കൃപയിൽ, അഭിഷേകത്തിൽ, വിശ്വാസത്തിൽ, പരിശുദ്ധാത്മ നിറവിൽ അനുദിനം അഭിവൃദ്ധി പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ അരൂപിയോട് പോരാടാൻ ഒരുങ്ങിയിരിക്കണം. പാപത്തിൻ്റെ അരൂപിയോട് പോരാടാൻ ഒരുങ്ങിയിരിക്കണം. ഓരോരുത്തർക്കും വരുന്ന പാപത്തിൻ്റെ അരൂപി അവരവർക്ക് എത്ര കൃപ ലഭിച്ചിട്ടുണ്ടോ അത്രയും ശക്തിയുള്ള ഒരു അരൂപി അവർക്ക് നേരെ ആക്രമണ ഉത്സവത്തോടെ വരുമെന്ന് തന്നെ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതത്തിലെ അവസാന ഭാഗം വചനം പഠിപ്പിക്കുകയാണ്, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം പടിവാതിൽക്കൽ പതിയിരിപ്പുണ്ട് എന്ന് നീ ഓർക്കണം, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. പ്രൈസ് ദി ലോർഡ്. കീഴടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു യുദ്ധം ഉറപ്പാണ്. ഒരു യുദ്ധത്തിന് ശേഷമാണ് കീഴടങ്ങലോ അല്ലെങ്കിൽ കീഴടങ്ങാതിരിക്കുന്ന സ്ഥിതിയോ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളോട് ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്, ഇതാ പാപം നിന്നിൽ താല്പര്യം വെച്ചിരിക്കുകയാണ്, നീ അതിനെ കീഴടക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൃപ കിട്ടിയെന്നിരിക്കട്ടെ, കുറച്ച് ബൈബിൾ വായിക്കാൻ ഒരു കൃപ, ഇതിന് നേരം ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ഒരാഗ്രഹം, ഒന്ന് അനുസരിക്കണം, ഇന്ന് തൊട്ട് എന്ന് മദ്യപിക്കണ്ട എന്നൊരു തോന്നൽ, ഒരു കൃപയാണത്. ഉള്ളിലൊരു കൃപ വരുമ്പോഴാണ് ഇനി നമുക്ക് മദ്യപിക്കണ്ട എന്ന് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിന് ഇത്തിരി പ്രാർത്ഥിക്കണം എന്ന് തോന്നണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ടച്ച്, ഒരു സ്പർശനം, ഒരു കൃപ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇത്തിരി പ്രാർത്ഥിക്കണം, ഒന്ന് കൊന്ത ചെല്ലണം എന്നൊക്കെ തോന്നുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ 13-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്, എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. എന്തെങ്കിലും ഒരു സ്വർഗീയ ഉത്തേജനം, ഒരു ദൈവിക ഉത്തേജനം ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം വന്നു കഴിഞ്ഞു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഒരു ആത്മീയ പ്രേരണ,
ഒരു തോന്നല് ഉള്ളിൽ തോന്നാൻ തുടങ്ങിയാൽ ഹൃദയത്തിൽ ദൈവം വന്ന് നിങ്ങളെ ഉത്തേജിപ്പിക്കാൻ തുടങ്ങി എന്ന് അറിഞ്ഞുകൊള്ളുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് ഉത്തേജിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന തിന്മയുടെ അരൂപി തതുല്യമായി നമുക്ക് എത്രമാത്രം ആ ഒരു അഭിഷേകം ഉണ്ടോ അത്രയ്ക്ക് ശക്തിയോടെ ഉണർന്നെഴുന്നേറ്റ് നമ്മുടെ നേരെ വരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവം തൻ്റെ മക്കളോട് പറയുകയാണ്, പാപം നിൻ്റെ മേൽ താല്പര്യം വെച്ചിട്ടുണ്ട്. അത് ചെറിയ കുട്ടികളാണെങ്കിലും അത് മുതിർന്നവരാണെങ്കിലും വാർദ്ധക്യത്തിരിക്കുന്നവരാണെങ്കിലും അറിഞ്ഞുകൊള്ളുക, നിൻ്റെ മേൽ പാപം താല്പര്യം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മഹാതോന്യാസി നടക്കുകയാണെങ്കിൽ പാപത്തിന് പോലും അയാളെ വേണ്ട. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അല്പം കൃപയിലേക്ക് വന്നാൽ, അല്പം പ്രാർത്ഥനയിലേക്ക് വന്നാൽ, അല്പം അഭിഷേകത്തിലേക്ക് വന്നാൽ, ഇതാ അപ്പോൾ തന്നെ നിൻ്റെ മേൽ പാപം താല്പര്യം വെച്ച് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എന്നെ നിങ്ങളെ തൊട്ടിട്ട് ദൈവം പറയുകയാണ്, നീ അതിനെ കീഴടക്കണം. നീ അതിനെ കീഴടക്കണം. ദൈവം നമുക്ക് കീഴടക്കി തരുമെന്നാണ് പറയണത്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാര്യമുണ്ട്. കർത്താവേ, നിഷ്കളങ്കരായ ആളുകൾ അവർ നല്ല ഉദ്ദേശത്തോടെ ധ്യാനം കൂടാൻ വന്നിട്ട് പിന്നെ വീട്ടിൽ പോയി മഹാപ്രശ്നമായല്ലോ. അത് അവർ ധ്യാനം കൂടിയിട്ട് പണ്ടതിൻ്റെ പിന്നത്തതായല്ലോ കുടുംബത്തിലെ സ്ഥിതി. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, ഞാൻ അങ്ങനെ കീഴടക്കി കൊടുക്കുകയൊന്നുമില്ല. കീഴടക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നവർക്ക് ഞാൻ വേണമെങ്കിൽ ശക്തി കൊടുക്കും. അതല്ലാതെ കീഴടക്കേണ്ട ഡ്യൂട്ടി നമുക്കാണ്. എന്നാലാ നമുക്ക് ഒളിമങ്ങാത്ത കിരീടം കിട്ടുകയുള്ളൂ. നമുക്ക് യുദ്ധത്തിൽ ജയിക്കുന്നവർക്കല്ല കിരീടമുള്ളത്, വിജയം വരിക്കുന്നവന് കിരീടമുള്ളത്. അതുകൊണ്ട് ഒളിമങ്ങാത്ത കിരീടത്തിന് നമ്മൾ അവകാശികളാക്കാൻ വേണ്ടി ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് യുദ്ധത്തിൽ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. യുദ്ധത്തിൽ ജയിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുദ്ധത്തിൽ എന്തെങ്കിലും ശക്തി കുറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കാം, കൃപയുടെ ശക്തി സ്വീകരിക്കാം. ദൈവ ശക്തി തരാൻ ദൈവം എപ്പോഴും തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. യുദ്ധം ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. യുദ്ധം ചെയ്ത് ജയിക്കണം. പാപത്തോട് യുദ്ധം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ മാറാനാത്ത. Lord Jesus. സഭാപ്രസംഗകന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാം തിരുലിഖിതം. തിന്മയ്ക്കുള്ള ശിക്ഷ ഉടൻ നടപ്പാക്കാത്തതിനാൽ മനുഷ്യ മക്കളുടെ ഹൃദയം പാപത്തിൽ മുഴുകുന്നു. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരും ലാഘവ ബുദ്ധിയുടെ എല്ലാ ബന്ധനങ്ങളും അഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മദ്യപിക്കുന്നവർ മദ്യപാനം എന്ന പാപത്തെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കട്ടെ. വ്യഭിചാരത്തിൽ മുഴുകിക്കിടക്കുന്നവർ വ്യഭിചാരത്തെ ഓർത്ത് ദുഃഖിക്കുകയും അനുദപിക്കുകയും ചെയ്യട്ടെ. കൈക്കൂലി വാങ്ങുന്നവരും കരിചന്തയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ലോട്ടറി എടുക്കുന്നവരും എല്ലാ തരത്തിലുള്ള തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ ലംഘിച്ച് കുടുംബത്തിൽ തകർച്ചകളും അധപതനങ്ങളും വഴി ഒരുപാട് കണ്ണുനീരൊഴുക്കുന്ന കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, കാലങ്ങളായി പാപത്തിന് അടിമപ്പെട്ടു പോകുന്ന കുടുംബങ്ങളിൽ നിന്ന് പാപത്തിൻ്റെ ആധിപത്യം തകരട്ടെ. എല്ലാ തരത്തിലുള്ള രോഗപീഠകളും വിട്ടുപോട്ടെ കർത്താവേ. പാപം വഴി കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ തകർച്ചകളും ക്ഷീണങ്ങളും പരാജയങ്ങളും കടബാധ്യതകളും കുടുംബ പ്രശ്നങ്ങളും സമാധാനമില്ലായ്മയും ജീവിതത്തോട് തന്നെയുള്ള മടുപ്പും നിരാശയും സങ്കടവും കുറ്റബോധവും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കിടക്കയിൽ കിടക്കുന്ന രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗങ്ങളുള്ള ഭാഗങ്ങളിലേക്ക് കൈകൾ വെച്ച് യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കട്ടെ. ഇതാ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന.